ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു വേടകം പഞ്ചായത്തിൽ ചൊട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഒരു കാഴ്ചയാണ്. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തത്രയും ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു ഇവിടെ വന്നിട്ടാകുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരു പ്രായമായ ഒരു അമ്മ, ആ അമ്മയുടെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്തെടുത്ത ചില കലാരൂപങ്ങൾ അത് നിങ്ങൾ എന്തായാലും കാണേണ്ടതാണ്. അപ്പോൾ ഓക്കെ, ഹായ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ. ഈ അമ്മയുടെ പേരെന്താണ്? മാധവി. മാധവി. സ്ഥലം ശ്രീ മാധവി ചൊട്ട. ചൊട്ടയാണ് ഈ സ്ഥലം. അപ്പോൾ ഈ അമ്മ നിർമ്മിച്ചിട്ടുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഈ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് സ്വന്തം പറമ്പിലെ മണ്ണ് കുഴച്ചെടുത്തിട്ട് ആ മണ്ണ് കൊണ്ട് പല രീതിയിലുള്ള രൂപങ്ങൾ, അതായത് ദൈവങ്ങളുടെ ഒക്കെ പല രീതിയിലുള്ള രൂപങ്ങളാണ് ഈ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അത് വളരെ ഭംഗിയായിട്ട് അതിന് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ചില്ലറ ഒരു കഴിവൊന്നുമല്ല. കാരണം നല്ലൊരു എന്താ വെച്ചാൽ കലാകാരിയാണ് ശരിക്കും ഈ ഒരു അമ്മ. അപ്പോൾ ഈ അമ്മയുടെ കഴിവുകൾ പുറം ലോകത്തേക്ക് എത്തേണ്ട അത്യാവശ്യമാണ്. കാരണം ഇത്രയും വർഷകാലം എവിടെ ഒളിഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. ഇപ്പൊ ഇത് എത്ര വർഷമായി ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പൊ ഒരു 8 മാസത്തോളായിട്ടാണ് ഈ അമ്മ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളൊരു പ്രേരണ? എനിക്ക് 2-3 ഫെസ്റ്റിവലും ഉണ്ടായിന്. അപ്പൊ അതിന്റെ ജോലി എടുത്തോണ്ട് കഴിയുമ്പോ പിന്നെ എനിക്ക് അതിനെല്ലാം വിറ്റിട്ടാകുമ്പോ ഒരു സെൻസൻ അടിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെല്ലാം വാരി കൊണ്ട് എൻ്റെ കുഞ്ഞൊക്കെ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്കി കൊടുക്കാൻ പറയും മാഷന്മാർ. അപ്പോൾ എന്തെങ്കിലും ഒരു കലോ കയ്യിലോ ഇങ്ങനത്തെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കും. അങ്ങനെ പഠിച്ച് ആയി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഒന്നിങ്ങനെ ആക്കാം. അപ്പോൾ ഒരു വശം ഉണ്ടായി, അതിനെ പാടത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് വരുമ്പോൾ കുറച്ച് ചളി മണ്ണ് കണ്ടെത്തുന്ന വാരിയിട്ട് അടന്ന് കൈമ ഇട്ടിട്ട് കൈമ ആക്കിക്കൊണ്ട് വരും. വീട്ടിൽ എത്തുമ്പോഴേക്കും 1 രൂപ ആവും അത്. അതായത് മനസ്സിലെ ഒരു രൂപം ഇങ്ങനെ തന്നെ ഉടലെടുക്കുകയാണ്. അത് വെച്ചാൽ ദൈവികമായിട്ടുള്ളൊരു കല ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതായത് മനസ്സിൽ എന്താ പറയുക, തോന്നുന്ന ഒരു രൂപം, അതായത് സ്വന്തം പറമ്പിലെ മണ്ണ് കുഴച്ചെടുത്ത് അവരുണ്ടാക്കിയാണ്. അപ്പോൾ അത് ഈ കാഴ്ചകൾ എന്തായാലും പുറം ലോകത്തേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു രൂപം നമുക്കിപ്പോ നമ്മളിപ്പോ ഒരു മനസ്സിലൊരു രൂപം വന്നു, അത് എങ്ങനെയാണ് തോന്നുന്നത്? അത് പെട്ടെന്ന് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും ഇന്ന ഒരു സംഭവം എനിക്ക് ആക്കിയിട്ട് വെക്കണം. ഇപ്പോൾ ഒന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നാരായണ ഗുരു ഇല്ലേ, ആ നാരായണ ഗുരുവിനെ ആക്കണമെന്നില്ല ഒരു ഇതുണ്ട് എനിക്ക്. അപ്പോഴേക്ക് എനിക്ക് സമയം കിട്ടുന്നില്ല. അത് ആക്കുന്നെങ്കിലും കുറച്ച് പണിയുണ്ട്. അതിൻ്റെ കൈയും കാലും എല്ലാം എടുത്തെടുത്ത് വെക്കുമ്പോൾ കഷ്ണം കഴിഞ്ഞിട്ട് അത് പോകും. അപ്പൊ കുറച്ച് പണിയുണ്ടായിന. പെട്ടെന്ന് നമുക്ക് വേഗാക്കിയിട്ട് വെക്കാൻ കഴിയും. കളിമണ്ണല്ലേ എല്ലാം, അതുകൊണ്ട് പൊടിഞ്ഞിട്ട് പോകും. അപ്പൊ ഇല്ല. അപ്പോ ഇതിനെ കുറച്ച് നമുക്ക് പണിയുണ്ട്. വേഗാക്കിയിട്ട് എത്ര പറഞ്ഞാൽ കഴിയാ. അപ്പൊ എന്തായാലും 1 മണിക്കൂർ സമയം എന്തായാലും പിടിക്കും. ഒരു മണിക്കൂർ പിടിക്കും. പിന്നെ അത് കുറച്ച് ആറി കഴിഞ്ഞിട്ടാകുമ്പോ അതിനെ നല്ല നമ്മ അതിന് വേണ്ട സംവിധാനം എല്ലാം അതിന് ഉണ്ടാക്കിയിട്ട് വെക്കും. ഈ കളറ് എല്ലാം ഞാൻ കൊടുത്തത് ഇപ്പൊ മേടിച്ചിട്ട് കൊണ്ടുതരും. എനിക്ക് അച്ഛനും മക്കളും എല്ലാരും മേടിച്ചിട്ട് കൊണ്ടുതരും. ഇന്ന കളറ് വേണമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന കളർ മേടിച്ചിട്ട് അവളെ അമ്മയും കൊണ്ടുതരും, മോനും കൊണ്ടുതരും. ഓയിൽ പെയിന്റ് എന്താ ഇവിടെയുണ്ട്. ഇതെല്ലാം കളറ്. ഈ ഒരു കളറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു രൂപങ്ങൾക്ക് കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ? മനസ്സിലുള്ള രൂപമാണ് ഈ അമ്മ ചെയ്യുന്നത്. അതായത് എവിടെയും പിക്ചർ കണ്ടിട്ട് നമ്മളോടൊന്ന് ചോദിക്കോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ബുദ്ധന്റെ മാത്രമേ ബുദ്ധൻ ഇങ്ങനെയാണ് രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ശില്പം കണ്ടാൽ അതിന്റെ ആകൃതി എങ്ങനെയാണ്, അതിന്റെ കഴുത്ത് അല്ലെങ്കിൽ അതിന്റെ വണ്ണം എത്രത്തോളം അത് ഉണ്ട് അങ്ങനെ ഒന്നും നോക്കാനൊന്നും ഒരു ഇതില്ല. സാധാരണ
നോക്കിയിട്ടുണ്ടാക്കുന്നതല്ല, ഇങ്ങനെ വേറെ പിക്ചർ ആടെയും കാണാതെ മനസ്സിലുള്ള കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം, അല്ലാതെ വേറെ ഒന്നും കാണാനോ ബുക്കിൽ നോക്കിയിട്ടോ ഫോട്ടോ ആയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യുന്നെന്ന് പറയാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ പിന്നെ അത് ഫിനിഷിങ്ങിന്റെ കാര്യം, നമ്മ കളിമണ്ണാകുമ്പോ നല്ല ഫിനിഷിംഗ് ഉണ്ടാകും. അല്ല ഇത് ഇപ്പൊ സാധാ മണ്ണാണെങ്കിൽ പോലും സൈഡിലെ മണ്ണല്ലേ, അപ്പൊ അത്ര ഫിനിഷിങ് പുറം ഭാഗം നോക്കുമ്പോ ഒരു തരിതരിപ്പുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റൂല എന്നാലും, പക്ഷെ ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് ആണ്, എല്ലാ പിക്ചറും നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കളർ കൊടുക്കുന്നത് അതെ, ഒരാള് ഒരു ബ്രഷ് കൊണ്ട് പോലും തൊട്ട് കൊടുത്തിട്ടുണ്ടായില്ല അമ്മയല്ലാതെ. എന്തായാലും വളരെ അത്ഭുതകരമായ കാഴ്ചയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ പുറം ലോകത്തേക്ക് എത്തേണ്ട ഒരുപാട് മീഡിയയിൽ ഇത് കവർ ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും നല്ല സംഭവമാണ്. കാരണം നമ്മളെ കൊണ്ടൊന്നും ഇത് ഇപ്പൊ ഇതിൽ ഒരു രൂപം പോലും നമ്മളെ കൊണ്ടൊന്നും ഒരു മണ്ണ് അല്ല എന്ത് സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. മറ്റേ കുട്ടികളെ പിന്നെ പെൻസിൽ ബോക്സിലെല്ലാം ഒരു പെയിന്റ് എല്ലാം എടുത്തിട്ട് ചെയ്ത് നോക്കി. പിന്നെ രണ്ടാമത് മറ്റേ നമ്മളെ ഫാബ്രിക് പെയിന്റില്ലേ, അത് 2 ബോട്ടിൽ എന്തോ ആവശ്യത്തിന് വാങ്ങിയതുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞിട്ട് ഇപ്പൊ തീരുമ്പോ അമ്മ ഇന്ന കളർ കൊണ്ടുവരണം, മഞ്ഞ കൊണ്ടുവരണം, വെള്ള കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിള്ളേരെ പൈസ കൊടുത്തിട്ട് കൊണ്ടുവരാനാക്കാം സ്കൂളിൽ പോകുമ്പോ. അപ്പൊ അല്ല നിങ്ങളെ ആ പ്രോത്സാഹനമാണ് ശരിക്കും പറഞ്ഞത്. എല്ലാവരും ഒന്നും ഇത് പ്രോത്സാഹിപ്പിക്കൂല, ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇത് തന്നെ നല്ലൊരു പ്രോത്സാഹനമാണ് നിങ്ങൾ കൊടുക്കുന്നത്. പല സമയം പശുവിനെ കെട്ടാൻ പോയിട്ട് വരുന്ന സമയത്ത് ആ മണ്ണിന്റെ നമ്മുടെ വീട്ടു സൈഡിലും മഴ പെയ്യുന്ന സമയമാകുമ്പോ കയ്യിൽ കുട്ടിക്കോട് വരും. പിന്നെ കുറെ നേരത്തേക്ക് ഒഴിവ് സമയത്തൊന്നും കാണൂല, അപ്പൊ ഇരുന്നിട്ട് ഇങ്ങനെ പണിതുകൊണ്ടിരുന്നുണ്ടാവും. ഇതിപ്പോ ആർക്കും ഗിഫ്റ്റ് ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ടോ? അല്ല ഇത് മതിയല്ലോ. ശരി, ഗിഫ്റ്റ് കൊടുത്തതല്ല, ഇത് എനിക്ക് തരുമോന്ന് അങ്ങനെ ശരി. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാലും ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു സംഭവമാണിത്. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളാണ് ഈ അമ്മ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരുപാട് ശില്പങ്ങളാണ് ഈ അമ്മയുടെ ഈ കരവിരുതിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത് കണ്ടില്ല, ഈ ഒരു കിണ്ടി, അതിൻ്റെ അടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഒരുപാട് രൂപങ്ങൾ, വളരെ ഭംഗിയുള്ള രൂപങ്ങളാണ് ഈ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പുറം ലോകത്തേക്ക് എത്തേണ്ട ഒരു എന്താ പറയുക, അറിയപ്പെടാത്തൊരു കലാകാരിയാണ് ശരിക്കും. അംഗീകാരം കിട്ടാതെ പോയ. ഇതിന് മുമ്പ് ചെറുപ്പത്തിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഒരു മോനറിഞ്ഞു, മോൻ ഇപ്പൊ വന്ന് ആശുപത്രിക്ക് പോയത്. ഇത് ഈ അമ്മയുടെ മകനാണ്. അപ്പോൾ മകൻ എന്താണ് അമ്മേനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഈ ഒരു നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മാക്സിമം. മഞ്ജു ഒരു പ്രത്യേകത പറഞ്ഞാൽ അമ്മ മൊബൈൽ യൂസ് ചെയ്യാറില്ല, മൊബൈൽ നോക്കാൻ അറിയില്ല. അപ്പൊ അമ്മക്ക് എന്തെങ്കിലും ആ മനസ്സിലില്ല ഒരു രൂപം ഇങ്ങനെ ചെയ്യുന്നല്ലാതെ, പിന്നെ മൊബൈൽ നോക്കിയിട്ട് ഒരു പിക്ചർ കണ്ടിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ടോ മനസ്സിൽ കിട്ടുന്ന ഒരു രൂപം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. അതന്നെ. എന്തായാലും ഇത് ഭയങ്കര കഴിവാണ് ശരിക്കും. ഇത് നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ അതും കളിമണ്ണുമല്ല, സാധാരണ മണ്ണ്, നാട്ടിലെ പറമ്പിലെ മണ്ണെടുത്തിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഭയങ്കര ഒരു കാര്യമാണ്. ഇത്രയും എന്താ എല്ലാവരും ഭയങ്കര പെർഫെക്ഷനാണ് ഇതിൽ. ഇപ്പോൾ ശ്രീകൃഷ്ണനാണെങ്കിൽ എല്ലാ ദൈവങ്ങളും കണ്ടില്ലേ, ഇത് മനസ്സിലുള്ള ആ ഒരു രൂപത്തിന് അതേപോലെ ഇങ്ങനെ പകർത്തിയെടുക്കുന്നതാണ്. എന്തായാലും ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ വന്ന് കണ്ടത്. ഈ ഒരു കൃഷ്ണനൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അച്ചിലിട്ട് വാർത്തതാണെന്നേ പറയുള്ളൂ. കാരണം ഇത് ഇത്രയും ഒരമ്മ കൈകൊണ്ട് ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വഴി സൈഡിലെല്ലാം ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീടുകളിലൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു അച്ചിലോ എന്തില്ലെങ്കിൽ എടുത്ത് അവർ ചെയ്യുന്നതാണ്. ഇതങ്ങനെയല്ല, ഇത് സ്വന്തം കൈ കൊണ്ട് മാത്രം ഉണ്ടാക്കിയാണ് ഈ ഒരു അമ്മ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ്. വെച്ചാൽ ഭയങ്കര അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലെയുള്ള കലാകാരന്മാരൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ എന്താ പറയുക, നല്ല ലെവലിലേക്ക് വരേണ്ടതാണ്. പക്ഷെ ഇതൊന്നും അറിയപ്പെടാതെ പോകരുത്. എന്തായാലും ഈ അമ്മയുടെ ഈ ഒരു കഴിവിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല. അത്രയും ഭയങ്കരമായ കഴിവുകളാണ് ഇതൊക്കെ. കാരണം വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ സ്വന്തം പറമ്പിലെ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് രൂപങ്ങളുണ്ട്. അത് കുറേയൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ അമ്മ കൊടുക്കാറുമുണ്ട്. അതിന് പൈസയോ കാര്യങ്ങളൊന്നും വാങ്ങാറില്ല. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ള പ്രോത്സാഹനങ്ങൾ എല്ലാവരും കൊടുക്കുക. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. അമ്മ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നല്ലൊരു അനുഭവമാണ് ഈ ഒരു ഇത്. ഏതായാലും വന്ന് കണ്ടതിൽ ഭയങ്കര അത്ഭുതകരം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയായത്.